ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായി കമ്പാരിസൺസിൻ്റെ 29ാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. ഫുട്ബോൾ കളിയിൽ നിന്നും ലഭിക്കുന്ന ജീവിതത്തിൻ്റെ പാഠം എന്താണ് എന്ന് സ്വാമി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫുട്ബോൾ കളിയിൽ ഒരു ഭാഗത്ത് 6 കളിക്കാർ വീതം ഉണ്ടാകും. ഓരോ ഭാഗത്തും 6 കളിക്കാർ വീതം ഉണ്ടാകും. അവർ ഗോൾ, അതായത് ലക്ഷ്യത്തിലെത്തുന്നത് വരെ ആ ഫുട്ബോളിനെ ചവിട്ടി തെറിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിനും അഥവാ ഗോളിനും 2 ഗോൾ പോസ്റ്റുകളുണ്ട്, ലൗകികവും ആത്മീയവും. പന്ത് ഈ ഗോൾ പോസ്റ്റുകളെ മറികടന്നു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പന്ത് 2 പോസ്റ്റുകൾക്കും ഉള്ളിലാണ് പതിക്കേണ്ടത്. അതായത് ഇനിയൊരു ജന്മം ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെ വേണം നിങ്ങൾ മനുഷ്യജന്മം ജീവിച്ചു തീർക്കുവാൻ. അതുകൊണ്ട് ലൗകികത്തിനും ആത്മീയത്തിനും ഇടയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മുക്തി ലഭിക്കും. കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങൾ ആകുന്ന ദുർഗുണങ്ങൾ ഒരു ഭാഗത്തും, സത്യധർമ്മ ശാന്തി പ്രേമ അഹിംസ ത്യാഗം എന്നീ സദ്ഗുണങ്ങൾ മറുവശത്തും അണിനിരക്കുന്നു. ഈ 2 കൂട്ടർ തമ്മിലാണ് കളി നടക്കുന്നത്. മറ്റൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നത്, ഫുട്ബോൾ അഥവാ പന്ത് വായു കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ മാത്രമാണ് അതിനെ ചവിട്ടി തെറിപ്പിച്ച് കളിക്കുന്നത്. കാറ്റുപോയ പന്ത് നിങ്ങൾ കയ്യിൽ എടുത്തു പിടിക്കുന്നു. അതുപോലെ അഹന്ത കൊണ്ട് നിറഞ്ഞ ഒരുവന് ജീവിതത്തിൽ ഒരുപാട് നിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നു. അഹന്ത ഇല്ലാതെയാകുമ്പോൾ മാത്രമാണ് ആദരവ് ലഭിക്കുന്നത്. ഫലവത്തും അർത്ഥവത്തുമായ ഒരു ജീവിതം നയിക്കുന്നതിന് മാനവകുലത്തിന് സേവനം ചെയ്യുക. അത് നിങ്ങളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കും. ഇന്ദ്രിയ ഗ്രാമത്തിലേക്ക്, അതായത് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും നയിക്കുന്ന എല്ലാ വീഥികളും അന്ധവും അപകടം നിറഞ്ഞതുമാണ്. ഈശ്വരനിലേക്ക് നയിക്കുന്ന പാത മാത്രമാണ് നേരെയുള്ളത്. നീതി അഥവാ സത്യസന്ധത എല്ലാ കാര്യത്തിലും പരിശീലിക്കുക. അത് ആത്മാവിനെ ഉദ്ധരിക്കും. ഋജുത്വം അഥവാ സത്യസന്ധത ത്രിഗുണങ്ങളെ വശത്താക്കി അതിജീവിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. ഗുണങ്ങളെ അരച്ച് കുഴമ്പ് പരുവത്തിൽ ആക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലൂടെ ആനന്ദമെന്ന ഒരു പുതിയ സ്വാദ് ഉരുത്തിരിഞ്ഞു വരും. അത് ഉപ്പും മുളകും പുളിയും ഒരുമിച്ച് ചേർത്ത് അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാദിഷ്ടമായ ഒരു ചമ്മന്തി അല്ലെങ്കിൽ ചട്നി ലഭിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ മനസ്സ് ശാസ്ത്രത്തെ പരമപ്രമാണ ഗ്രന്ഥമായി സ്വീകരിക്കുന്നു. ബുദ്ധിയാകട്ടെ യുക്തിയാണ് പരമാധികാരിയെന്ന് വിശ്വസിക്കുന്നു. അവ രണ്ടിനെയും ഉരച്ച് തേച്ച് മിനുക്കിയെടുക്കേണ്ടതുണ്ട്. അവ വളരെ വേഗത്തിൽ മലിനമാകുന്നവയാണ്. അവയെ നിരന്തരമായ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പിത്തളപാത്രത്തെ പുളി ഉപയോഗിച്ച് തേച്ച് കഴുകി ഉണക്കുമ്പോൾ അവ പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നത് കാണാറില്ലേ? അതുപോലെ മനസ്സിനെ നന്മ, സേവനം, ഈശ്വരനാമജപം, പ്രയോജനകരമായ പദ്ധതി നിർവഹണം, സൽപ്രവർത്തികൾ, ലോകമംഗളധ്യാനം എന്നിവയിലൂടെ ശുദ്ധീകരിക്കേണ്ടതാണ്.
സൂര്യൻ ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. നിങ്ങളുടെ കാഴ്ചയിൽ നിന്നും സൂര്യനെ മറയ്ക്കുന്നത് മാറി മാറി വരുന്ന മേഘങ്ങളാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ജാജ്വല്യമാനായിരിക്കുന്ന ആത്മാവിനെ അല്ലെങ്കിൽ ആത്മനെ മറയ്ക്കുന്നത് ഇന്ദ്രിയാധിഷ്ഠിതമായ ഭൗതിക ലോകമാണ്. ആ ഭൗതിക ലോകമാകുന്ന മേഘങ്ങൾ നിങ്ങളുടെ ആത്മസൂര്യനെ മറയ്ക്കുന്നു. ആ മേഘങ്ങളെ സ്വീകരിക്കുന്ന മനസ്സിൽ അവയെ പെട്ടെന്ന് വേർപെടുത്തുവാനും സാധിക്കും. എന്തെന്നാൽ മനസ്സ് മേഘങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും സ്വീകരിച്ച് ആകാശത്തെ ഇരുട്ടിലാക്കുകയും പെട്ടെന്ന് ദിശ മാറി അവയെ തുരത്തുകയും ചെയ്യുന്ന കാറ്റിനെ പോലെയാണ്. മേഘങ്ങളെ സ്വീകരിക്കാനല്ല, തുരത്തുവാനാണ് മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടത്. കൃത്യനിഷ്ഠയോടെ അച്ചടക്കം പാലിച്ചുകൊണ്ട് ഓരോ സാധകനും ഇങ്ങനെ ചെയ്യേണ്ടതാണ്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ പ്രേമമുണ്ട്. എവിടെ പ്രേമമുണ്ടോ അവിടെ ശാന്തിയുണ്ട്. എവിടെ ശാന്തിയുണ്ടോ അവിടെ ആനന്ദമുണ്ട്. എവിടെ ആനന്ദമുണ്ടോ അവിടെ ഈശ്വരനുണ്ട്. അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വന്നുവെന്നും നിങ്ങൾ എത്തേണ്ട ലക്ഷ്യം എന്താണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോഹം, ഞാൻ ആരാണ് എന്ന് ജനനം മുതൽ നിങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ഉത്തരം കിട്ടാതെ നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ ഇത് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിഭിന്നനാണ് എന്ന് അറിയണം. നിങ്ങൾ യജമാനനാണ്, പ്രഭുവാണ്. ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രഭുവിൻ്റെ അല്ലെങ്കിൽ യജമാനൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ്. കോഹം എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ദിവസേന ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. 21,600 തവണയാണ് നിങ്ങൾ ഒരു ദിവസം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. സോ എന്ന് ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുമ്പോൾ ഹം എന്നുമുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. സോഹം എന്നാൽ അവൻ ഞാൻ തന്നെ, അതായത് തത്വമസി എന്ന വേദവാക്യമാണ് അത്. ജയ് സായിരാം.